സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. മകം നക്ഷത്രത്തിന്റെ 2025 മെയ് മാസത്തെ ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. പ്രപഞ്ചശക്തിക്ക് മകം നക്ഷത്ര ജാതകരോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്ന ഏസ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് സോർഡ്സ്, ക്യൂൺ ഓഫ് പെന്റക്കിൾ, 5 ഓഫ് വോൺസ്, 10 ഓഫ് സോർഡ്സ്. നമുക്ക് ഇതിന്റെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യത്തെ ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞ കാർഡ് ഒരു പുതിയ തുടക്കങ്ങളുടെ കാർഡാണ്. പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു ധനപരമായി പുതിയ അവസരങ്ങൾ വന്നു ചേരും, പുതിയ ജോലി, പുതിയ പ്രോജക്റ്റ്, അതായത് മുന്നോട്ട് ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ല സമയമാണ്. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഒരു സുവർണ അവസരമാണ് നൽകുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ഒക്കെ ഉത്സാഹം തോന്നുന്ന ഒരു മാസമാണ്. നിങ്ങൾ തയ്യാറായിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം, ചിലപ്പോൾ ഒരു സംഭാഷണം, അത് നിങ്ങളുടെ കരിയറിന്റെ റൂട്ട് തന്നെ മാറ്റിമറിക്കും. ഇതാണ് പേജ് ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത്. ഈ മാസം പകുതിയോടുകൂടി നിങ്ങളുടെ ധനപരമായി സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും സെൽഫ് കെയർ ചെയ്യാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള ഒരു ശ്രമിക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് സമൃദ്ധിയെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ 5 ഓഫ് വോൺസ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു വാർണിംഗ് ആയിട്ടാണ് വരുന്നത്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒരുപാട് കോമ്പറ്റീഷൻസ്, തർക്കങ്ങൾ, കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും ആരോഗ്യകരമായ കോമ്പറ്റീഷൻസ് ഒരു വ്യക്തിയെ ഉയർച്ചയിലേക്കാണ് നയിക്കുക. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്ക് പോകാതെ സ്വന്തം ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുക. ഇനി പ്രപഞ്ചശക്തിയുടെ ഗൈഡൻസ് ആയി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് സോർഡ്സ് ആണ്. 10 ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സങ്കടകരമായ ഒരു കാർഡാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിന്റെ അന്ത്യമാണത്. ആ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ കുറച്ച് വേദനിപ്പിക്കുന്നതായിരിക്കും, പക്ഷെ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള തുടക്കമാവും. അപ്പൊ ആ മാറ്റത്തെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ എൻഡിങ് എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നത് മുതൽ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളെ കാത്തിരിക്കുക. ഞാൻ ഒരു ഉദാഹരണമായി പറഞ്ഞതാണിത്. ഇതുപോലെയുള്ള മാറ്റങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് പലർക്കും പല രീതിയിലാണ് ആ മാറ്റങ്ങൾ വരിക. ചിലർക്ക് അതൊരു റിലേഷൻഷിപ്പിലാവാം, ചിലർക്ക് അതൊരു ജോലിപരമായോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു വലിയ മാറ്റമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. അപ്പൊ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായി ഇരിക്കുക എന്നുള്ളതാണ്. ഇതോടെ ഇന്നത്തെ ഈ കാർഡ് റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.